ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു വെറൈറ്റി കിടിലൻ ഐറ്റം ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി ഐറ്റമാണ് കേട്ടത്. നമുക്ക് മാഗിയുടെ ഒരു പാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കിടു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 10 രൂപയുടെ ഒരു പാക്കറ്റ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. മാഗി എടുക്കുക കേട്ടോ നല്ലത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിതിലേക്കുള്ള ടേസ്റ്റ് മേക്കർ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. അതായത് നമ്മൾ സാധാരണ മാഗി എങ്ങനെയാണോ വേവിക്കാറുള്ളത് അതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. എനിക്ക് മാഗി കിട്ടിയില്ല കേട്ടോ, അത് വേറെ ഏതോ ഒരു കമ്പനിയാണ്. ഏത് നൂഡിൽസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മാഗി ഇവിടെ വെന്തിട്ടുണ്ട്. പിന്നെ നല്ല പോലെ വെള്ളം വറ്റിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ച് സമയം വെക്കുമ്പോൾ നല്ല പോലെ ഡ്രൈ ആവും. അതുകൊണ്ട് ഇച്ചിരി വെള്ളമുള്ള സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് നമുക്ക് 3 മുട്ടയാണ്. അപ്പോൾ 3 മുട്ടയിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തതുമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ തക്കാളി, അതുപോലെ 3 ടേബിൾ സ്പൂൺ ഉള്ളിയൊക്കെയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ഓംലെറ്റിനൊക്കെ മിക്സ് ഉണ്ടാക്കിയെടുക്കുമല്ലോ, ആ ഒരു പരുവത്തിൽ കേട്ടോ. പിന്നെ ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ കണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മുട്ട മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അത് വേവിക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും. അപ്പോൾ അത്ര ഓവറായിട്ട് കുക്കാവണ്ട. മുട്ട മിക്സ് ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് കുറച്ചൊന്ന് അതായത് ഒരു ഹാഫ് കുക്കായതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നൂഡിൽസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. അപ്പോൾ നൂഡിൽസൊക്കെ ഇതുപോലെ നന്നായിട്ട് സെൻറ്ററിൽ നിരത്തി കൊടുക്കുക കേട്ടോ. സൈഡിൽ കൂടെ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ ഓംലെറ്റ് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മടക്കിയിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില അതുപോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ മുട്ടയിൽ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്തിട്ട് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇനി ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് സൂപ്പർ ടേസ്റ്റാണ്. ടൊമാറ്റോ സോസും കൂടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്